മലയാള സാറ്റലൈറ്റ് ചാനലുകളിലെ മ്യൂസിക് റിലേറ്റഡ് പ്രോഗ്രാമുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഏഷ്യാനെറ്റിൽ കാലങ്ങളായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർ സിംഗർ എന്ന പരിപാടിയോളം പോപ്പുലാരിറ്റി മറ്റൊന്നിനും കിട്ടിയിട്ടില്ല എന്ന് കാണാൻ കഴിയും. ആദ്യകാല സീസണുകളിൽ അത്രത്തോളം മികവാർന്ന ജനപിന്തുണയാണ് ആ പ്രോഗ്രാമിന് ലഭിച്ചത്. രഞ്ജിനി ഹരിദാസ് എന്ന അവതാരക ആ പ്രശസ്തിയിലും പോപ്പുലാരിറ്റിയിലും വഹിച്ച നിർണായക പങ്ക് നിസ്സീമമാണ്, അത്രത്തോളം അതുല്യവുമാണ്. പോകെ പോകെ മറ്റുള്ള ചാനലുകളിലും സംഗീത പരിപാടികൾ വന്നു തുടങ്ങിയപ്പോൾ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിന് മികവും തിളക്കവും ഒരൽപ്പം കുറഞ്ഞുപോയി എന്നത് വാസ്തവം തന്നെയാണ്. പിന്നീട് ഈ കഴിഞ്ഞ സീസൺ തൊട്ടാണ് പഴയ മികവിലേക്ക് സ്റ്റാർ സിംഗറിന് എത്തുവാൻ സാധിച്ചത്. രഞ്ജിനിക്ക് പകരം അവതാരകയായി വർഷയാണ് ഇപ്പോൾ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത്. വർഷയുടെ ഇൻറ്റൻസിറ്റിയും ഇമ്പാക്റ്റുമുള്ള ശബ്ദമികവും ആറ്റിറ്റ്യൂഡും ആ പരിപാടിയെ വലിയ മികവിൽ മുന്നോട്ട് നയിക്കുന്നുമുണ്ട്. ചില പരിപാടികൾ വലിയ വിജയം കൈവരിക്കുമ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരിക സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. സ്റ്റാർ സിംഗറിലും അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ വന്നു ചേരുന്നുമുണ്ട്. ചില മാറ്റങ്ങൾ ആ പരിപാടിയുടെ മുന്നോട്ടുള്ള ഫ്ലോയിൽ ബ്ലെൻഡായി വരുമെങ്കിലും ചില മാറ്റങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുക സ്വാഭാവികമാണ്. ചാനലിലും സിനിമയിലും തീർത്താൽ തീരാത്തത്ര തിരക്കുള്ള ആളാണ് മിഥുൻ. ഇപ്പോൾ അവതാരകന്റെ വേഷത്തിൽ അദ്ദേഹവും സ്റ്റാർ സിംഗർ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ വർഷയുടെ അതുവരെ ഉണ്ടായിരുന്ന സ്പേസിൽ കാര്യമായ കുറവുണ്ടായോ എന്നൊരു ഫീലിംഗ് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. പല സ്റ്റാർ സിംഗർ ഭാഗങ്ങളിലും വർഷ വല്ലാതെ നിശബ്ദയായി പോകുന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. മാറ്റങ്ങൾ നല്ലതാണ്, പക്ഷേ മാറ്റങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ മാറ്റു കുറയുക സ്വാഭാവികമാണ്. നിർത്തുന്ന പ്രോസസ്സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന ഹംബിൾ റിക്വസ്റ്റോടെ.